നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന വേറൊരു പ്രാണായാമമാണ് ഭ്രമറി പ്രാണായാമം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഭ്രമരം പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ വണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്നത് വണ്ട് മൂളുന്നത് പോലെ, ഒരു ഹണിബി, ഒരു തേനീച്ച മൂളുന്ന പോലെയുള്ളൊരു ഹമ്മിങ് സൗണ്ടാണ്. ഇങ്ങനെയല്ലേ വണ്ട് മൂള, അതുപോലെയാണ് നമ്മളിവിടെ ആ ശബ്ദമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ആ ശബ്ദം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വലിയൊരു വൈബ്രേഷൻ, തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായി വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ ഈ പ്രാണായാമം നമ്മളെ സഹായിക്കും. ഡെയിലി ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തരാവുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ അവരുടെ മെമ്മറി പവർ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനും ഒക്കെ ഈ പ്രാണായാമം സഹായിക്കുന്നു. ഭ്രമരി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. സുഖാസനത്തിലിരിക്കാം. നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് നിങ്ങളുടെ ഇയർ ലോബ്, അതായത് ചെവിയുടെ പുറത്തായിട്ട് ഒരു കുഞ്ഞു ചെവി ഉണ്ടല്ലേ, അതിനാണ് ഇയർ ലോബ് എന്ന് പറയാം. അത് മേലെ ചൂണ്ടുവിരൽ കൊണ്ട് അടച്ചു പിടിക്കാം. ദെൻ നാവിൻ്റെ അഗ്രഭാഗം നിങ്ങളുടെ അപ്പർ പാലറ്റിൽ, അതായത് തൊട്ട് മുകളിലായിട്ട്, വായുടെ നടുക്ക് മുകളിലായിട്ടാണ് നാക്ക് തൊട്ട് കൊടുക്കുന്നത്. അമർത്തി പിടിക്കുന്നില്ല, ഓൺലി എ ജെൻറ്റിൽ ടച്ച്. അത് തൊട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശ്വാസം എടുക്കും. ശ്വാസം വിടുന്നതിനൊപ്പം ആദ്യം മെല്ലെ ചൊല്ലും, പിന്നെ രണ്ടാമത്തെ തവണ കുറച്ച് ഹൈ പിച്ചിൽ നമുക്ക് ചൊല്ലാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടച്ചു പിടിച്ചു, നാവിൻ്റെ അഗ്രഭാഗം മേലെ അപ്പർ പാലറ്റിൽ തൊട്ട് കൊടുക്കുന്നു. കൂടുതൽ വൈബ്രേഷൻ അറിയാൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ മെല്ലെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നല്ല നമുക്ക് ശബ്ദം കൂട്ടിച്ചൊല്ലാം. ഇങ്ങനെ നമുക്ക് 6 or 9 തവണ നമുക്ക് ഭ്രമരി പ്രാണായാമം ചൊല്ലാവുന്നതാണ്. നല്ല കൈകൾ തിരിച്ചുകൊണ്ടിരുന്നു, നാവ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വായുടെ അകത്തും നാക്കിൻ്റെ അഗ്രഭാഗത്തും ഒക്കെ യു ക്യാൻ ഫീൽ ദാറ്റ് വൈബ്രേഷൻ. ആ തരിപ്പ് നമുക്ക് അറിയാൻ കഴിയും. ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾ കൂടുതൽ ശാന്തരാകുന്നു. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈ പ്രാണായാമം നിങ്ങളെ സഹായിക്കും.